തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ റോഡിന് തകർച്ചയുടെ കഥ തുടങ്ങുന്നത് 7 വർഷം മുൻപാണ്. ബസ് റൂട്ട് അടക്കമുണ്ടായിരുന്ന ഗതാഗത യോഗ്യമായിരുന്ന റോഡ് കുഴിവള ഈസ്റ്റ് കോർട്ടിൽ നിന്ന് കുഴിവള ബസ് സ്റ്റാൻഡ് ബസ് റൂട്ടുള്ള റോഡായിരുന്നു. ഇത് 7 വർഷം കൊണ്ട് ഈ ട്രെയിനിൻ്റെ പണിയും പറഞ്ഞുകൊണ്ട് ഈ അവസ്ഥയിൽ കിടക്കും. നിങ്ങളിത് കാണണം. ഇവിടെ നിന്ന് അറ്റം വരെ അർശമൂട് മുതൽ തമ്പുരാമുക്ക് വരെ ഇതാണ് അവസ്ഥ. സീവേജ് പണിക്കായി റോഡിന് തുടക്കം മുതൽ ഒടുക്കം വരെ വെട്ടിപ്പൊളിച്ചു. റോഡിന് ഇരുവശങ്ങളിലും താമസമാക്കിയവർ ശരിക്കും പെട്ടു. ഇപ്പം നമ്മളൊരു 7 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന വീട്ടിൻ്റെ അകം വരെ ഫുള്ള് വെള്ളമാണ്. കിലോമീറ്ററുകൾ നടന്നു തന്നെ ദേശീയപാതയിൽ കയറേണ്ട ഗതികേടിലാണിവർ. എപ്പോൾ നോക്കിയാലും ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. താമസക്കാരിലേറിയ പങ്കും ടെക്നോ പാർക്ക് സർക്കാർ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. ഒപ്പം വർഷങ്ങളായി ഇവിടെ തന്നെ താമസിച്ചു പോരുന്നവരും. കുറേ വർഷമായി എല്ലാ തവണ ഇലക്ഷന് വരുമ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഈ റോഡൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് എത്ര പേര് മാറി മാറി വന്നിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളൊരു 3-4 വീടുകളാണ്. ഇവിടെ ഫുള്ള് റോഡ് മോശമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിലവിലെ ദുരിതാവസ്ഥയ്ക്ക് ഒരു അറുതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.